പരിസര പഠന പ്രാദേശിക വ്ലോഗിൻ്റെ ഭാഗമായാണ് ഞങ്ങളുടെ പ്രദേശമായ വടകരയുടെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. വടക്കൻ പാട്ടുകളിലൂടെയും ഭൂപ്രകൃതിയുടെ മനോഹാരിതയും നിറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹായ്, കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു നെല്ലറാന്ന് വിശേഷിപ്പിക്കാവുന്ന ചെരണ്ടത്തൂർ ചിറയിലാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നെൽകൃഷി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. കോഴിക്കോട് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നെല്ലറിയാണിത് ചെരണ്ടത്തൂർ ചിറ എന്ന് പറയും. ഇത് ഏതാണ്ട് 1000 ഏക്കറോളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ തന്നെ കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന 750 ഏക്കറോളം സ്ഥലം ഇവിടെ ലഭ്യമാണ്. പക്ഷെ ഇന്നിപ്പോ ഇത് ഓരോ വ്യക്തികളുടെ അടുത്താണ് കൃഷിഭൂമികളുള്ളത്. അപ്പോൾ പല കർഷകരും പാട്ടത്തിന് എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഫെബ്രുവരിയുടെ ആദ്യ ആഴ്ചകളിൽ മലയാള മാസം മകരമാസത്തോടുകൂടി ഇവിടെയുള്ള ആളുകൾ കാർഷികേതര പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായും അവരുടെ നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലമായി മേടമാസത്തിൽ, അതായത് വിഷുക്കാലത്തോടുകൂടി ഇവിടെ പിന്മുറക്കാർ കൊയ്ത്തുത്സവങ്ങളും മറ്റും നടത്തി വന്നതായും പറയപ്പെടുന്നു. കൃഷിയിൽ നിന്നും മറ്റും ലഭിക്കുന്ന കാർഷിക വിഭവങ്ങളും വരുമാനവും ഉപയോഗിച്ചാണ് ഇവിടുത്തുകാർ വിഷു പോലുള്ള ആഘോഷങ്ങൾ നടത്തി വന്നതെന്ന് പിന്മുറക്കാർ പറയുന്നു. വടകരയിലെ ചരിത്രപ്രസിദ്ധമായ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രമാണിത്. പഴക്കം കൊണ്ടും പെരുമ കൊണ്ടും മലബാറിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം. കളരിപ്പയറ്റിൻ്റെ ഈറ്റില്ലവുമായ കടത്തനാടിൻ്റെ ഇന്നത്തെ വടകരയുടെ പേരും പ്രസക്തിയും വാനോളമുയർത്തിയ വീരയോദ്ധാവായ ഉദയനൻ ജനിച്ചു വളർന്ന തച്ചോളി മാണിക്കോത്ത് തറവാട് കാലാന്തരത്തിൽ ക്ഷേത്രമായി മാറുകയായിരുന്നു. നിരവധി വീരയോദ്ധാക്കൾക്ക് പിറവി നൽകിയ തച്ചോളി മാണിക്കോത്ത് കളരി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ക്ഷേത്ര സമുച്ചയത്തിൽ അതീവ പ്രാധാന്യത്തോടുകൂടി നിലകൊള്ളുന്നു. കളരി ചുവടുകളുടെയും വായ്ത്താരികളിലായാലും ആയുധങ്ങളുടെ ശബ്ദങ്ങളായാലും കളരി ഇന്നും സജീവമാണ്. വടകര ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഉദയനക്കുറുപ്പിനോടൊപ്പം ജ്യേഷ്ഠൻ കോമക്കുറുപ്പും സന്തത സഹചാരിയും സുഹൃത്തുമായ ചാപ്പനും അനന്തരവൻ കേളുക്കുറുപ്പും ഇവിടെ ആരാധിക്കപ്പെടുകയാണ്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. തൊട്ടടുത്തായി വിഷ്ണുവും ശിവനുമായി 2 നടകളും ഉണ്ട്. 2 ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രത്തേക്കാൾ പഴയതാണ്. ക്ഷേത്രത്തിന് 1500 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തച്ചോളി ഉദയനൻ ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നതായി ഐതിഹ്യമുള്ളതിനാൽ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യവും ഉണ്ട്. കേരളത്തിലെ വടക്കൻ വീരഗാഥകളിലെല്ലാം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ ഇവിടം സന്ദർശിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. സംഗീത ചക്രവർത്തിയായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മഗൃഹം ലോകനാർക്കാവിലെ
പേരാക്കൂൽ മഠമാണ്. നിരവധി തവണ അദ്ദേഹം ഇവിടെ സംഗീതാർച്ചന നടത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. വടകരയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ സാൻഡ് ബാങ്ക്സ് കടൽ തീരമാണ്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും കടലും പുഴയും സംഗമിക്കുന്ന തീരം ആസ്വദിക്കാമെന്നതുമാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഒരുക്കിയ പുലിമുട്ട് സമുദ്രഭംഗി ആസ്വദിക്കാൻ ഏറെ സൗകര്യപ്രദമാണ്. പ്രശസ്ത നോവലിസ്റ്റ് എം. മുകുന്ദൻ്റെ നോവലിൽ പരാമർശിച്ച കുഞ്ഞാലിമരക്കാർ അധിനിവേശ ശക്തികളെ തുരത്താൻ ധീരമായി പോരാടിയ വെള്ളിയാംകല്ല് കടലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്.